ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു ഭരണം വരുന്നത് തടുക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ പ്രതിരോധ ശക്തികളും നടത്തുക. തൊഴിലാളികൾ ഒരു സമരം നടക്കുന്നുണ്ട്. ആശാ സമരം യഥാർത്ഥ ആശകളൊന്നുമല്ല, കുറച്ച് ആളെ കാശ് കൊടുത്തു കൊണ്ടുവന്ന് അവിടെ ഇരിക്കും. ഇവിടെ 10-20,000 ആശ ഉണ്ട്. അവരൊന്നും സമരത്തിലില്ല. ഒരു 500 ആളെ ഒന്നിക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കടത്തിരിക്കുന്നത്. ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. കറകളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങളെ വിഷമിപ്പിച്ചത് മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കൾ ഇവരെ പരിഹസിക്കുകയാണ് ഈ സമരം ചെയ്യുന്നത്. കോവിഡ് മൂലം മരിച്ചവരുടെ ആളുകളുടെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എത്ര പേര് മരിച്ചുവെന്ന് ഈ മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ആര് ജോലി ചെയ്തിട്ടാ? CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടാണോ? അത് ഈ പാവങ്ങൾ ആ കാലത്ത് ജീവൻ പണയം വെച്ച് വീടുകൾ കയറി ഇറങ്ങിയിട്ടാ. അഹങ്കാരം പറയരുത്, ഇത്രയും ഞാൻ പറയുന്നത്. ആശാസമരം 39ാം ദിനത്തിലാണ്. MA ബിന്ദുവും KP തങ്കമണിയും R ഷീജയും നിരാഹാരം തുടങ്ങിയിരിക്കുന്നു. ആശാസമരത്തിന്റെ 3ാം ഘട്ടം. ഇന്നലെ പ്രഹസന ചർച്ച നടത്തുമ്പോൾ സമരമിരുന്നവരുടെ പേര് എഴുതി വെച്ച ആരോഗ്യമന്ത്രി ഇന്ന് ഡൽഹിക്ക് പറഞ്ഞിരുന്നു. ആശമാരുടെ ആവശ്യം ഉന്നയിക്കാനാണെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ കേട്ടത് ക്യൂബൻ സംഘത്തെ കാണാനുള്ള പോക്കായിരുന്നുവെന്ന്. ആ വഴിക്കൊന്ന് നദ്ദയെ കണ്ടേക്കാമെന്ന് കരുതിയെങ്കിലും അനുമതി കിട്ടിയില്ല. സ്ത്രീപക്ഷ സർക്കാരിന്റെയും പാർട്ടിയുടെയും ആത്മാർത്ഥത ഓരോ ദിവസവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ KG താര പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നതിന് നേരെ 100 ചൂണ്ടുവിരലുകൾ നിങ്ങൾക്ക് നേരെ ഉയർന്നു വരും. സമരത്തെ തകർക്കാൻ നിങ്ങൾ എന്തെല്ലാം മാർഗങ്ങളാണ് നോക്കുന്നത്? അധിക്ഷേപങ്ങളോട് എത്ര സംയമനത്തോടെയാണ് ഈ സ്ത്രീകൾ പ്രതികരിക്കുന്നത്? എങ്ങു നിന്നോ ക്യാഷ് കൊടുത്തുകൊണ്ടുവന്ന സ്ത്രീകളെന്ന നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ നേതാവിന്റെ അധിക്ഷേപത്തിന് കാലം മറുപടി നൽകും. നിർദ്ദയ സർക്കാരോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാനാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIയിൽ നിന്നും. ആദ്യഘട്ടത്തിൽ ആശാ വർക്കർമാരുടെ പ്രതിനിധികളായി ആദ്യം സമരസമിതി നേതാവ് S മിനിയാണ്. പിന്നീട് KP റോസമ്മയും ചേരും. ആദ്യം ഞാൻ മിനിയിലേക്ക്. മിനി, നിങ്ങൾ ഇന്ന് നിരാഹാര സമരം തുടങ്ങിയ ദിവസമാണ്. നിങ്ങൾ ഇന്ന് നിരാഹാരം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി നഡ്ഡയെ കാണാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നാണ് രാവിലെ അറിഞ്ഞിരുന്നത്. പിന്നെയാണ് ആ കൂടിക്കാഴ്ച ആരുമായിട്ടാണെന്നും നഡ്ഡയെ കാണാൻ കഴിഞ്ഞില്ല, അനുമതി ലഭിച്ചില്ല എന്നുമുള്ള വാർത്തകൾ വരുന്നത്. നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയിരിക്കുന്നു എന്നാണ്. പക്ഷേ അതല്ല എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രി നമ്മളെ അധിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ എന്താണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത് കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നുള്ളത്? മന്ത്രിയല്ലേ അത് പ്രഖ്യാപിച്ചത്, കാണാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ കാണാൻ പറ്റാതായപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു അനുമതിയും എടുത്തിരുന്നില്ല എന്നൊരു വാർത്ത പുറത്തുവന്നതോടുകൂടി നമ്മളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം, ഞങ്ങൾ ഇന്നലെ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞങ്ങളോടൊപ്പം വന്ന ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി KP റോസമ്മയ്ക്ക് എത്ര രൂപയാണ് കഴിഞ്ഞ മാസം കിട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് വലിയ തുക തരുന്നുണ്ട് എന്ന് കാണിക്കാൻ അവിടുന്ന് കുറച്ച് രേഖകൾ എടുത്തുകൊണ്ടുവന്ന് KP റോസമ്മയുടെ പേരിന് നേരെ പച്ച മഷി കൊണ്ട് രേഖപ്പെടുത്തി. അത് എത്രയാണെന്ന് അവിടെ വായിക്കേണ്ടായി? 11,000 സംതിങ് രൂപയാണ് അവിടെ വായിച്ചത്. 13,200 രൂപയൊന്നും റോസമ്മയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ തന്നെ തെളിഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ രേഖ ഇന്നലെ നമ്മുടെ മുന്നിൽ അവിടെ കാണിച്ച പച്ച മഷി കൊണ്ട് പല പേജുകളിലായി ഇവിടെ സമരത്തിന് വരുന്ന ആളുകളുടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് സൈബർ ഇടത്തിൽ കിടക്കുകയാണ്. ഫേസ്ബുക്കിൽ ആളുകൾ അത് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത്? ഒരു ഔദ്യോഗിക ചർച്ചയ്ക്ക് പോകുമ്പോൾ ഗവൺമെന്റ് ചർച്ചയുടെ എളുപ്പത്തിന് വേണ്ടി ചില ആളുകളുടെ പേര് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇന്നത് കാണുമ്പോൾ അതല്ല. അപ്പൊ ഔദ്യോഗിക ആളുകൾ തന്നെ അത്തരം രേഖകൾ തന്നെ സൈബർ ഇടങ്ങളിൽ അതിനൊരു അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. ഈ എത്ര സൈബർ അറ്റാക്ക് വേണമെങ്കിലും നടത്തിക്കോട്ടെ, എത്ര വേണമെങ്കിലും കോർണർ ചെയ്തോട്ടെ, പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ
എന്തിനാണ് ആക്ഷേപിക്കുന്നത്? എന്തിനാണ് പരിഹസിക്കുന്നത്? 700 രൂപ മിനിമം വേതനം ചോദിക്കുമ്പോൾ അത് തരാൻ കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആക്ഷേപിക്കുന്നു. അത് മനസ്സിലാക്കണ്ടേ? എന്തെല്ലാം പരിഹാസമാണ് ഇവർ ചൊരിയുന്നത്? അപ്പൊ നേരെ വിളിച്ചിരുത്തി കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി എന്താണോ സംസാരിച്ചത് അത് തന്നെ വീണ്ടും സംസാരിക്കുന്നു. സമരം നിർത്തി പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതെങ്ങനെയാണ് സമരം നിർത്തി പോകണമെന്ന് സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നത്? സമരസമിതി ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലെങ്കിലും ഒരു നീക്കുപോക്കിലുള്ള യാതൊരു മാർഗങ്ങളും അവിടെ തുറന്നിടാതെ നമ്മൾ പിരിഞ്ഞു പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? എന്നിട്ട് സമരക്കാർക്ക് കുറ്റം, സമരക്കാരെ ഓരോരുത്തരായിട്ട് വേർതിരിച്ച് കാണാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണോ സമരത്തിന്? എനിക്കറിയില്ല വീണ ജോർജ് പങ്കെടുത്ത ഏത് സമരത്തിലാണ് ഇങ്ങനെ അവരെ ഏതെങ്കിലും ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഇങ്ങനെ ഏത് സമരത്തെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് അല്ലേ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കേരളത്തിലെ ആശാവർക്കർമാരുടെ നികുതിപ്പണം കൊണ്ട് തന്നെയാണ്, അതും കൂടെ ചേർത്ത് തന്നെയാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്. ഈ ആശാവർക്കർമാരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് കൊണ്ട് കൂടെ തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ അധികാരം കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ മറക്കാൻ പാടുണ്ടോ? ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വരണ്ടേ? ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു അവിടെ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കരുത്. ഞങ്ങൾ സംസാരിച്ചില്ല. നിയമസഭയ്ക്കകത്ത് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കരുത്. എപ്പോഴാണ്? ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാം. ഞങ്ങൾ പറഞ്ഞു ശരി, മാറ്റാം, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കാനല്ലല്ലോ നിയമസഭയിലേക്ക് പോയത്. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മന്ത്രിയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ എന്ത് വാഗ്വാദമുണ്ടാക്കി? ഞങ്ങൾ ഇറങ്ങിപ്പോയോ? ഞങ്ങൾ ബഹിഷ്കരിച്ചോ? ഒന്നും തരില്ലെന്നും ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇതൊരു പ്രഹസന ചർച്ചയാണെന്ന് തിരിച്ചറിഞ്ഞ ആദ്യ നിമിഷം മുതൽ ഞങ്ങൾ തീർത്തും സംയമനം പാലിച്ചിരുന്നു. കാരണം അത് സർക്കാർ വിളിച്ചിരിക്കുന്ന ഒരു ചർച്ചയാണ്. ഞങ്ങൾ എന്തെങ്കിലും പ്രതിഷേധിച്ചോ? അവിടെ പറയട്ടെ. അപ്പൊ എന്തിനാണ് വീണ്ടും അധിക്ഷേപിക്കുന്നത്? ആരോഗ്യമന്ത്രി നേരിട്ടിറങ്ങി സമരസമിതി നേതാക്കളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ചികഞ്ഞെടുക്കണം. എന്താ രാഷ്ട്രീയം മോശപ്പെട്ട കാര്യമാണോ? രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് രാഷ്ട്രീയം. ഏതൊരു വ്യക്തിക്കും അവനവന്റെ രാഷ്ട്രത്തെക്കുറിച്ച്, അവിടുത്തെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക അവസ്ഥകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. അതിനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല. ഇതെന്താ മന്ത്രിക്ക് അറിയില്ലാത്തതാണോ? അപ്പോൾ മന്ത്രിയുമായിട്ടൊരു തർക്കത്തിനോ ഒരു വെല്ലുവിളിക്കോ സമരസമിതിക്ക് യാതൊരു താല്പര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശമില്ല. ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, ആശാവർക്കർമാർ വളരെയധികം തൊഴിൽ ചൂഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയബന്ധിതമായി കൂലി കിട്ടുന്നില്ല, ചെയ്ത പണിക്ക് കൂലി കിട്ടുന്നില്ല. അവിടെ ചർച്ചയിൽ എന്താ പറഞ്ഞത്? കഴിഞ്ഞ തവണ ഈ പറയുന്ന കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തുക കിട്ടാതെ പോയതിന്റെ ആ തർക്ക വിഷയത്തിൽ പറയുന്നു, ആ സമയത്ത് മാത്രമേ ആശാവർക്കർമാർക്ക് ഓണററിയും ഇൻസെന്റീവും കുടിശ്ശിക വന്നിട്ടുള്ളൂ എന്ന് അങ്ങ് വരുത്തി തീർക്കുകയാണ്. അതിനകത്ത് ഞങ്ങൾ തർക്കിക്കാൻ പോയില്ല. കാരണം ഇരുന്നോട്ടെ, സർക്കാരിന് ഒരു കൊണ്ടുപോലായിട്ട് ഇരുന്നോട്ടെ. പക്ഷെ നിങ്ങൾ ആശമാരോട് ചോദിക്കും, ആദ്യമായിട്ട് എപ്പോഴാണ് ഈ കുടിശ്ശിക തീർത്ത് കിട്ടിയത്? ആശാവർക്കർമാർക്ക് കുടിശ്ശിക തീർത്ത് കിട്ടുന്നത് ഈ സമരം ഇരിക്കുമ്പോഴാണ്. ഈ ഫെബ്രുവരി മാസത്തെ ഓണററി അല്ലേ ആദ്യമായിട്ട് ഇപ്പോൾ മാർച്ച് മാസത്തിൽ വന്നിരിക്കുന്നത്? ഇൻസെന്റീവ് വന്നോ? കുടിശ്ശിക തീർത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇത് ആരെ പറ്റിക്കാനാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഗവൺമെന്റുമായിട്ട് യാതൊരു യുദ്ധപ്രഖ്യാപനവുമില്ല. ഞങ്ങൾ വളരെ മിനിമം ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നു. ആ മിനിമം കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് സംബന്ധിച്ച് മന്ത്രിയുമായിട്ടോ ഗവൺമെന്റിനായിട്ടോ ഒരു തർക്കത്തിന് ഞങ്ങളില്ല. ഞങ്ങളുടെ ലക്ഷ്യവും അതല്ല. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ കേട്ടല്ലോ. ഇന്ന് ആശാവർക്കർമാരുടെ സമരം നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ഇവർക്ക് വേണ്ടി എന്ന മട്ടിൽ ആദ്യം ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നു. പിന്നീട് അതല്ല ആയിരുന്നു ഉദ്ദേശമെന്ന് പിന്നീട് അറിയുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകി വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ അംഗം നടത്തിയ അധിക്ഷേപ പ്രസംഗവും കേരളം കണ്ടതാണ്. ഈ ഘട്ടത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത്? 26,125-ൽ 450 പേർ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും എന്ന് താങ്കളൊന്ന് കണക്കുകൂട്ടി നോക്കുക. 10% വരുമോ, 5% വരുമോ, 2% വരുമോ? ആ ശതമാനം കുറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ 2% താഴെയുള്ള ശതമാനം നടത്തുന്ന സമരം എന്തായാലും സമരം നടത്താൻ അവർക്ക് അവകാശമുണ്ട്. ഗവൺമെൻറ് എല്ലാ സമരങ്ങളെയും അനുഭാവപൂർവ്വം കാണുന്നവരാണ്. അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ആ അഡ്രസ്സ് ചെയ്തു തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ കാലിക പ്രശസ്തി 35 ദിവസമായി നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഓണറേറിയം അത് കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പരമാവധി വർദ്ധിപ്പിക്കണം. ഇൻസെൻറ്റീവ് അത് കേന്ദ്രത്തിൻ്റെ വിഹിതമല്ലേ, അതിൽ ഞങ്ങൾക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 തവണ കേന്ദ്രമന്ത്രി വന്നു. ആ കേന്ദ്രമന്ത്രി വരുമ്പോഴും പാട്ടുപാടി അതുപോലെ തന്നെ കൊട കൊണ്ടേ കൊടുത്തു, വർത്താനൊക്കെ പറഞ്ഞു പോയി. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ആ ഇൻസെന്റീവ് 1 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചിട്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു എന്നൊക്കെ വാർത്ത വന്നു. എന്തിയെ പിന്നെ കേന്ദ്രമന്ത്രി വരാത്തെ? ഇവർക്ക് അനുഭാവപൂർവ്വം എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് BJP നേതാക്കന്മാര് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും മത്സരിച്ചു വരുന്നുണ്ടല്ലോ. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ, കേന്ദ്ര സ്കീമല്ലേ, കേന്ദ്രം പ്രഖ്യാപിച്ച സ്കീമല്ലേ, കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരമല്ലേ 8ാം ക്ലാസ് വിദ്യാഭ്യാസവും സന്നദ്ധ സേവന മനോഭാവം ഉള്ളവരെ ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്? ആ സന്നദ്ധ സേവന മനോഭാവമല്ലേ ഈ സ്കീം വർക്കേഴ്സിന്റെ ഒരു ഉത്തമമായിട്ടുള്ള സ്വഭാവം? അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിച്ച ഇൻസെന്റീവിൽ 1 രൂപ പോലും വർധനവ് വരാത്തതിനെ 10-20 കൊല്ലമായി തുടരുന്ന ആ സാഹചര്യത്തിൽ 1 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഈ സമരസമിതി ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഹോണറേറിയം ഈ ഗവൺമെന്റ് വരുമ്പോൾ 1000 രൂപയായിരുന്നു. പക്ഷേ 800 രൂപ വീതേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 800 1000 രൂപയായി വിതരണം ചെയ്ത് 7000 രൂപയായി പടിപടിയായി വിതരണം ചെയ്തു. എന്തൊക്കെയായിരുന്നു നുണപ്രചരണം? സ്കീം ഇവിടെ 700 രൂപ വീതം ദിവസമാക്കി 21,000 രൂപ സാലറിയായി കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നാ പറഞ്ഞത്. കൃത്യമായി പ്രകടന പത്രിക എടുത്ത് പരിശോധിച്ചപ്പോൾ വീണ്ടും വായിച്ചു വെപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ആ നിയമത്തിന്റെ പരിധിയിൽ, മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരുത്തണമെങ്കിൽ അതിനെല്ലാം കേന്ദ്രം വിചാരിച്ചാലേ സാധിക്കൂ. സംസ്ഥാന LDFന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് വർദ്ധിപ്പിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം കൊണ്ട് 5000 രൂപ വർദ്ധിപ്പിച്ചു. രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി പ്രകാരം അത് പറ്റില്ല. പക്ഷേ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യും. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതില്ല, ഇൻസെന്റീവിന് വേണ്ടി ഒരു വാക്ക് പോലും ആവശ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായി ഇതൊരു രാഷ്ട്രീയ സമരമാണ് എന്ന് പറയുന്ന സാഹചര്യം. ഇൻസെന്റീവ് എത്രയാണ് അവർക്ക് കിട്ടുന്ന? ഇൻസെന്റീവ് എത്രയാണ്? ഇൻസെന്റീവ് ഫിക്സഡ് ഇൻസെന്റീവും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇൻസെന്റീവും ഉണ്ട്. ഫിക്സഡ് ഇൻസെന്റീവ് 3000 രൂപ, അതിൽ 60% കേന്ദ്രം, 1800 രൂപ കേന്ദ്രം, 1200 രൂപ സംസ്ഥാനം. ജനറൽ ഇൻസെന്റീവിലും 3000 രൂപയാണ്, അതിൽ 1800 കേന്ദ്രം, 1200 സംസ്ഥാനം. ഇവർക്ക് കൃത്യമായി 9400 രൂപ സംസ്ഥാന ഗവൺമെന്റ് ഹോണറേറിയം പ്ലസ് ഇൻസെന്റീവിലെ സംസ്ഥാന വിഹിതം പ്ലസ് 200 രൂപ ഫോൺ ചാർജ് ചെയ്യാൻ, അങ്ങനെ 9600 രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ സമരസമിതിയുടെ നേതാവ് എന്താ പറഞ്ഞേ? ചില ആളുകൾ വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ കോപ്പി പുറത്തു വന്നപ്പോൾ എന്തിനാ പുറത്തു വന്ന അത്ര വിഷമിക്കണം? എന്തിനാ? 37 ദിവസമായി നിങ്ങൾ പറയുന്ന നുണ അത് നുണയാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിഷമങ്ങളുണ്ട്. റോസമ്മ എന്ന് പറയുന്ന ശ്രീമതി റോസമ്മ വാങ്ങിക്കുന്നത് 11,735 വിനിതാകുമാരി കഴിഞ്ഞ മാസം മേടിച്ചത് 13,040 ശ്രീമതി ബീന 13,040 പത്മജകുമാരി 13,290 ഇത് പൊതുസമൂഹം അറിയട്ടേന്നേ. പൊതുസമൂഹം എല്ലാം അറിയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ ആശമാരുമായി ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഈ പറയുന്ന താങ്കൾ പുച്ഛിച്ച 2% ഉണ്ടല്ലോ, ആ 2% കുറച്ചു പേരാണല്ലോ ചർച്ചയ്ക്ക് പോയത്. ആ ചർച്ചയ്ക്കിരിക്കുമ്പോൾ മന്ത്രി ഓരോ പേരുകളും പച്ചമഷി കൊണ്ട് രേഖപ്പെടുത്തുന്ന ആ കടലാസ് എങ്ങനെയാണ് നിങ്ങളുടെ സൈബർ സഖാക്കൾക്ക് ഇട്ടുകൊടുത്തത്? ആ പേരുകൾ അങ്ങ് പറക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മന്ത്രിയാണോ, അതോ പാർട്ടിയാണോ, അതോ സർക്കാരാണോ? ആരാണ് തീരുമാനിക്കുന്നത്? അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഓണറേറിയം കൂട്ടണം എന്നതാണ് അവരുടെ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഓണറേറിയം കൂട്ടണം എന്നതാണ് അവരുടെ ആവശ്യം. ഓണറേറിയം കൂട്ടണം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ സമര അജണ്ട ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ സമരം ചെയ്താൽ മതി എന്നെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക? നിങ്ങളാണോ അവരുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ തീരുമാനിക്കുന്നവർ? അവരാണ് അവരുടെ ആവശ്യം ഉന്നയിക്കുന്നത്. അവർക്ക് കൂട്ടേണ്ടത് ഓണറേറിയമാണ്. ഇനി നിങ്ങൾ പറയുന്ന പടിയായിട്ടുള്ള വർധനയാണെങ്കിൽ ഇപ്പോൾ ഈ 1000 കൂട്ടി വന്നാൽ ഇപ്പോൾ 9000 ആകണ്ടേ? 7000 അല്ലേ ആയിട്ടുള്ളൂ. 7000 കൊണ്ട് നന്നായി ജീവിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഇനി താങ്കൾ പറയുന്ന പ്രകടന പത്രികയിൽ ഇവർക്ക് മിനിമം വേജസ് ആയി 700 രൂപ കൊടുക്കുമെന്ന് പറയുന്നത് കേന്ദ്രത്തെ കൊണ്ട് കൊടുപ്പിക്കുമെന്നാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. പ്രകടന പത്രിക എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കാര്യം അല്ലേ? അപ്പോൾ അവർ നടപ്പാക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ എഴുതുന്നത്. ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? അഡ്വക്കേറ്റ് അരുൺകുമാർ പറയൂ. പറഞ്ഞു കഴിഞ്ഞോ? 2% സമരത്തിൽ പങ്കെടുക്കുന്നത്. പുച്ഛത്തോടെയാണ് ഞാൻ പറഞ്ഞതെന്ന് താങ്കൾ പറയാൻ കാരണം എന്താ? സത്യസന്ധമായ വസ്തുതകൾ ജനങ്ങൾ അറിയുന്നതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എവിടെയാണ് എൻ്റെ ഭാഷയിൽ പുച്ഛം വന്നേ? അങ്ങനെ പുച്ഛമുള്ള ആളെ താങ്കൾ ചർച്ചയ്ക്ക് വിളിക്കണ്ട.
എന്ത് അപമാനിക്കുന്ന വർത്തമാനമാണ് CPM പ്രതിനിധിയെ വിളിച്ചു വരുത്തി താങ്കൾ പറയുന്നത്? സമരം ചെയ്യുന്നവരുടെ എണ്ണം അനുസരിച്ചാണ് ആ സമരത്തിന് നിങ്ങൾ വിലയിടുക അല്ലേ? സമരം ചെയ്യുന്നവരുടെ എണ്ണം അനുസരിച്ചാണ് നിങ്ങൾ സമരത്തിന് വിലയിടുക അല്ലേ? സമരം ചെയ്യുന്ന ഒരു 4 പേരുടെ സമരമാണെങ്കിൽ അതൊരു 10-38 ദിവസം തുടരുന്ന സമരമാണെങ്കിൽ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും അല്ലേ? അങ്ങനെയാണോ വേണ്ടത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അരുൺകുമാർ എന്നുള്ളതല്ല, നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ സമീപനമാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ഇനി എന്റെ ഉത്തരം പറയുമ്പോൾ ഇടപെടരുത്, അല്ലെങ്കിൽ മര്യാദപൂർവ്വം ഈ ക്യാമറ ഓഫ് ചെയ്തോ, ചർച്ചയിൽ നിന്ന് എന്നെ വിടുതൽ തന്നേരെ. അങ്ങയുടെ രാഷ്ട്രീയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. 26,125 പേരിൽ 450 പേരിൽ താഴെ മാത്രമാണ് സമരം നടത്തുന്നതെന്ന് കണക്ക് വെച്ച് ഞാൻ പറയുമ്പോൾ അത് പുച്ഛത്തോടെയല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് സത്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ആ സത്യം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള മാർഗമായിട്ടാണ് ഞാൻ ഈ ചർച്ചയെ വിനിയോഗിച്ചത്. അല്ലാതെ അങ്ങയുടെ രാഷ്ട്രീയ പ്രസംഗം കേട്ട് അങ്ങ് പുച്ഛിച്ച് തള്ളാനാണെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട്. ഇവിടെ 26,125-ൽ 450 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും തിരിച്ച് ജോലിക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 2% എന്ന് പറഞ്ഞത് അങ്ങക്ക് പൊള്ളിയെങ്കിൽ അങ്ങ് പൊള്ളിക്കോട്ടെ. ഒരു പുച്ഛത്തോടെയല്ല, ഇത്രയേ ഉള്ളൂ സമരത്തിൽ. ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ഇപ്പൊ എന്താ? താങ്കൾ പറഞ്ഞേ ഏതെങ്കിലും തരത്തിൽ ശമ്പളം മേടിക്കുന്നവരുടെ വിവരം പൊതുസമൂഹത്തിൽ അറിഞ്ഞ എങ്ങനെയാണ്? ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഉള്ളതാണ്. 36 ദിവസം നിങ്ങൾക്ക് ചർച്ച നടത്താമെങ്കിൽ, ദേശീയ വിഷയങ്ങൾ വരെ ഈ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ അത് കാണാതെ നിങ്ങൾ ഇത് ചർച്ച നടത്തുമെങ്കിൽ, ഇത് ഏത് കാര്യങ്ങൾ ജനങ്ങൾ അറിയണം, ഏതൊക്കെ അറിയണ്ട എന്ന് നിങ്ങൾ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം, ഒരു ചാനൽ വിചാരിച്ചാലോ ഒന്നിലധികം ചാനൽ വിചാരിച്ചാലോ സത്യം ജനങ്ങൾ അറിയാത്ത സാഹചര്യം വരില്ല. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. വസ്തുത ജനങ്ങൾ മനസ്സിലാകും. 26,125-ൽ 25,000-ഓളം പേർ ഇതിനെ എതിർക്കുകയാണ്. ഈ ആശാ വർക്കേഴ്സിന്റെ കൂടെയല്ല, ഈ ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അവരെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇൻസെന്റീവും അതിന്റെ വിഹിതം സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി കൊടുക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റിയ സാഹചര്യം കേരളത്തിലാണെന്ന് ബോധ്യപ്പെടുന്ന 25,600-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് ഇവിടെയുണ്ട്. അവരെ പുച്ഛിക്കുന്നു ഞാനല്ല, സ്മൃതി പരുത്തിക്കാട് ഈ ചാനൽ ചർച്ചയിലൂടെയാണ് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സമരം നിർത്തില്ല. കാരണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവർക്ക് ഇത്തരത്തിലുള്ള സ്കീം വർക്കേഴ്സിനെ വെച്ച് സമരം തുടരണം. ആ സമരം സ്പോൺസർ ചെയ്തവർക്ക് അത് തുടരണം. അതിനു വേണ്ടിയല്ലേ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും BJP നേതാക്കന്മാരും എല്ലാം ഇങ്ങ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിലേക്ക്. ഞാനൊരു ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് കേന്ദ്രത്തോട് 1 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തത്? വേണം, ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിക്കണമെന്ന് ഈ സമരസമിതി ആവശ്യപ്പെടാത്തത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ എന്തേ താങ്കളിലെ മാധ്യമ പ്രവർത്തകർക്ക് അത് ശരിയാണെന്ന് തോന്നാത്തത്? ഒരു ചോദ്യം ഈ സമരസമിതിയുടെ നേതാവിനോട് താങ്കൾക്ക് ചോദിക്കണമെന്ന് തോന്നാത്തത്? JP നഡ്ഡ പാർലമെന്റിൽ ഇൻസെന്റീവ് കൂട്ടും എന്ന് പറഞ്ഞത് ഇവിടെ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ. ഇവരുടെ ഈ പറയുന്ന 2% താങ്കൾ പറയുന്ന 450 പേരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? അവരാണ് തരേണ്ടത്. ഇവിടെ ഞങ്ങൾ കൂട്ടുമെന്നല്ലോ പറയുന്നത്. വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത്? ജനം ചർച്ച ചെയ്യും, എല്ലാം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ, നിങ്ങളുടെ ഭാഗവും ചർച്ച ചെയ്യണം. പക്ഷേ ചർച്ചയ്ക്കിരുന്ന് മന്ത്രിമാർക്ക് ചെയ്ത കടലാസ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? ഇനി താങ്കൾ പ്രസ്ഥാനവും താങ്കളുടെ സർക്കാരും മാധ്യമങ്ങളെ ഇങ്ങനെ രൂക്ഷമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ആശാപ്രവർത്തകരുമായി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് LDF-ലെ മറ്റ് പാർട്ടികളാണ്. ആശാപ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് RJD-യും CPI-യുമാണ്. അപ്പോഴോ അവരെ ബോധ്യപ്പെടുത്തിയോ? നിങ്ങളെ ഇത്രയും കാലം പിന്തുണച്ച എത്ര പേരാണ് ഈ വിഷയത്തിൽ നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നത്? ഇന്ന് ഈ സമരം, നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ KG താര പറഞ്ഞത് കേട്ടോ? ഇത്രയും കാലം ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്തത്, ഇടതുപക്ഷം വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ നിങ്ങൾ ഇടതുപക്ഷമല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ പിന്തുണച്ചവർ പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്? പറയാമോ? പ്രസംഗം കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് പുച്ഛം, ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് ജനവിരുദ്ധം, ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കൽ. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് ജനാഭിലാഷം. ആ ധാരണയൊന്നും വേണ്ട. ഈ മാധ്യമ പ്രവർത്തകർ വരച്ചു തന്ന പച്ചപ്പരവതാനിയിലൂടെ സഞ്ചരിച്ചതല്ല കേരളത്തിലെ ഇടതുപക്ഷവും CPM-ഉം. ഞങ്ങൾക്ക് കൃത്യമായി ധാരണയുണ്ട് ഓരോ പ്രശ്നങ്ങളിലും എങ്ങനെയാണ് ഇടപെടുന്നത്. ഞാൻ ചോദിച്ചത് സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ പ്രവർത്തക JP നന്ദ പറഞ്ഞത് കോട്ട് ചെയ്യാനല്ല. ഈ സമരസമിതിയുടെ ആളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധിയോട് ഒരു വാക്ക് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഒരു മുദ്രാവാക്യം നിങ്ങൾ ഉന്നയിക്കുന്നില്ല?
താങ്കൾ ചോദിച്ചെങ്കിൽ ഒരു ക്ലിപ്പ് ഒന്ന് കാണിക്കാമോ? ഒരു ക്ലിപ്പ് താങ്കൾക്ക് കാണിക്കാമോ? താങ്കൾ ചോദിച്ചിട്ടില്ല. താങ്കൾ ഓരോ ചർച്ചയിലും CPM നിങ്ങൾ ചെയ്യുന്നത് ഈ ചർച്ചയല്ലല്ലോ. ഈ സമരസമിതിയുടെ ആളുകളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരു വാക്ക് കേന്ദ്ര ഗവൺമെന്റിനെ പറയാൻ നിങ്ങൾ ഈ 2% വരുന്ന മിനി 26,450 പേർ വരുന്ന നിങ്ങൾ, അതിൽ തന്നെ പലരും ഇപ്പോൾ സമരം വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ തുച്ഛമായ ഈ സംഖ്യയും വെച്ച് നിങ്ങൾ ഇത്ര കുറച്ചു പേരെ നിങ്ങളെ എന്തിനാണ് പിന്നെ ചർച്ചയ്ക്ക് വിളിച്ചത്? നരമന്ത്രി എന്തിനാണ് ചർച്ചയ്ക്ക് വിളിച്ചത്? ഇത്ര പുച്ഛമാണെങ്കിൽ അരുൺകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണക്കെടുക്കുകയാണ്. എനിക്കറിയില്ല, ഇന്നിപ്പോ എല്ലാ പ്രദേശങ്ങളിലും നാളെ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമര പരിപാടി നടത്തുന്നുണ്ട്. ആശാ വർക്കർമാരുടെ വീടുകൾ കയറി പറയുന്നത്, നിങ്ങൾ ഇനി മുതൽ സമരത്തിന് പോകരുത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ ഓണറൊക്കെ കൂട്ടിത്തരാം, അതുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് നാളെ നിങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് അതുപോലുള്ള പോസ്റ്റ് ഓഫീസ് മാർച്ചിന് നിങ്ങൾ വരണമെന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങി നടന്ന് പറയാണ് ഈ 2% കുറയ്ക്കാൻ. എന്തൊക്കെയാണ് എന്റെ അരുൺകുമാറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയൂ, നിങ്ങളുടെ നിലപാട് പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പണികളെല്ലാം ചെയ്തത്? ഒരു വശത്ത് സർക്കാർ രേഖകൾ വെച്ചുകൊണ്ട് എന്റെ നിലപാട് പറയുന്നതിന് എനിക്ക് താങ്കളുടെ അനുവാദം വേണ്ട. നിങ്ങൾ 1 അല്ല 9 ആശാ വർക്കേഴ്സിനെ കൊണ്ടുവന്നിരുത്തിയാലും 9 നേതാക്കന്മാരെ കൊണ്ടുവന്നിരുത്തിയാലും എന്റെ നിലപാട് പറയാൻ എനിക്ക് താങ്കളുടെ അനുവാദം വേണ്ട. മാന്യമായി അന്തസ്സായി നിലപാട് പറയും. ഇങ്ങോട്ട് പറയാം. എന്റെ നിലപാട് എന്റെ പാർട്ടിയുടെ നിലപാട് പറയണം. എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ താങ്കളുടെ അനുവാദം വേണ്ട. അത് പറയും, അന്തസ്സായി പറയും. ആങ്കറുടെ പിന്തുണ വേണ്ട, മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും പിന്തുണ വേണ്ട. എന്റെ നിലപാട് ഞാൻ പറഞ്ഞോളാം, കൃത്യമായി പറയും. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എനിക്ക് ഒരാളുടെ പിന്തുണ വേണ്ട, അതിന് ഇങ്ങോട്ടും വേണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. എന്റെ നിലപാട് എനിക്ക് പറയുന്ന അനുവദിച്ച സമയത്ത് ഞാൻ പറയും. ഒരു ധൈര്യക്കുറവില്ല പറയാൻ. നിങ്ങൾ എത്ര സമരസമിതിയെ കൊണ്ടുവന്നിരുത്തിയാലും എന്റെ നിലപാട് പറയും. അത് പറയാനാണ് എന്റെ പാർട്ടി നടത്തിയിരിക്കുന്നത്. ആ ചുമതല ഞാൻ നിർവഹിക്കും. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട. വിജയരാഘവൻ പറഞ്ഞവരെ പിന്തുണയ്ക്കുന്നുണ്ടോ അരുൺകുമാർ? വിജയരാഘവൻ പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ക്യാഷ് കൊടുത്ത് ഇരുത്തുന്ന 500 പേരാണോ, ഇവിടെ നിന്നോ കൊണ്ടുവന്ന 500 പേരാണോ ഇപ്പോൾ അവിടെ നിരാഹാരം ഇരിക്കുന്നത്? അതൊരു 15 മിനിറ്റ് താങ്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിന്നാൽ മനസ്സിലാവുക പറഞ്ഞു സത്യമാണോ? പങ്കെടുത്തുള്ളൂ. ഇവരാ പോലീസിന്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചോദിക്കണം. കണ്ടാലറിയാവുന്ന 1500 പേർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് അറിയില്ല. ഇനി CIT നടത്തിയ സമരത്തിന്റെ കേസാണോന്ന് അറിയില്ല. അരുൺകുമാർ പറയുന്നതനുസരിച്ച് 400-ൽ താഴെ ഇവിടെ ആശമാരുള്ളൂ. പക്ഷെ പോലീസ് കേസെടുക്കണം. നിങ്ങളുടെ പോലീസിന്റെ കണക്കെടുപ്പും ശരിയല്ല. അതുകൊണ്ട് കണക്കുകൾ നിങ്ങളൊന്ന് ശരിയാക്കി വെക്കുക. നാട്ടുകാർ ചോദിക്കാറായി ഈ കണക്കുകളെല്ലാം. ഇതൊക്കെ കുറെ നാളായി കേൾക്കണോ? കഴിഞ്ഞ 35 ദിവസമായിട്ട് റെക്കോർഡ് ചെയ്ത ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് എത്ര പേര് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടെന്ന്. 1500 ആണോ 2000 ആണോന്ന് കണക്ക് വിജയരാഘവന്റെ വാക്കുകളെ ശരിവെക്കുന്നുണ്ടോ നിങ്ങൾ പാർട്ടി ഒന്നാകെ? ശ്രീ വിജയരാഘവൻ സഖാവ് പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് താങ്കൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിന്നാൽ മതി. അതിൽ ആശാ വർക്കേഴ്സ് ആരാണ്, മറ്റ് സ്കീമിൽ ജോലി എടുക്കുന്നവരാരാണ്, പുറത്തുനിന്ന് വന്നവരാണ്, വൈകുന്നേരം തിരിച്ചു പോകുന്നവരാരൊക്കെയാണ് കൃത്യമായിട്ട് ബോധ്യപ്പെടും. CPMന്റെ നേതാക്കന്മാർ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, മന്ത്രി ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അത് കൃത്യമായി സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. തനി രാഷ്ട്രീയം കളിച്ച് UDFും BJPയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു വാക്ക് പോലും പറയാതെ ഈ സമരസമിതിയുടെ നേതാക്കന്മാരും മാധ്യമ പ്രവർത്തകരും ഈ ചർച്ച നയിക്കുന്നവരും കേന്ദ്ര ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിനെ അക്യൂസേഷൻ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ സമരത്തിന് പിന്നിലുള്ളത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ശരി, അതാണ് CPMന്റെ വാദം. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് വരാം. ഇടപെടേക്കാം. ഷിബു മീരാൻ, ഇന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സമരപ്പന്തലിലേക്ക് പ്രകടനം നടത്തുകയായിരുന്നു. സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നു സമരക്കാരോട്. പക്ഷേ നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് പരാതിയില്ലേ എന്നുള്ള ചോദ്യമുണ്ട്.
നിങ്ങൾക്കുമില്ല, മാധ്യമങ്ങൾക്കുമില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവുമില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ, കേന്ദ്രം വരിഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് വാദം. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരമായി വരുന്നത് എന്നുള്ളതാണ്. എന്താണ് മറുപടി? സ്മൃതി, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം നടന്നാൽ അവർ കേന്ദ്രത്തിനെതിരെ ഇവരാകെ സംഘികളാണ് എന്ന മട്ടിൽ സമീകരിക്കാനുള്ള ഒരു ശ്രമം ഈ സമരക്കാർക്കെതിരെയും ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ SUCA ഒക്കെ സംഘപരിവാർ അനുകൂല സംഘടനയാണ് എന്നാണ് വാദം. നമുക്കൊന്ന് പരിശോധിച്ചോ. ഇപ്പോൾ ഇവരുടെ സമരം സ്മൃതിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇവർ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നു. എന്നാൽ കർണാടകയിൽ എനിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു CPIയുടെ ട്രേഡ് യൂണിയൻ അല്ല, ഇവർ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടന തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ സമരം നടത്തിയത്. ഇനിയിപ്പോൾ BJPയുടെ കേന്ദ്രമന്ത്രി അവിടെ വന്നുപോയി, ആ മന്ത്രി ഇവർ സ്വീകരിക്കുകയാണ്. ഇവരൊക്കെ BJPക്കാരാണെന്ന് പറയുമ്പോൾ ശരിയാണ്. സുരേഷ് ഗോപി 1-2 വട്ടം ഇവരുടെ സമരപന്തലിൽ പോയിരുന്നു. ഇവർക്ക് പിന്തുണ അർപ്പിച്ചു, ഇവർക്ക് കുട കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, JP നദ്ദയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉടനെ നിങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിക്കും. പിന്നെയും അദ്ദേഹം പോയപ്പോൾ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ സമരത്തിൽ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി ബിനി തന്നെയാണ്. അവർ വളരെ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞു. അടിക്കടി താങ്കൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടായില്ല, അങ്ങനെ ഞങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ ഉത്തരവുമായി താങ്കൾ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവർക്ക് കേന്ദ്രത്തിനെതിരെ ഇവർക്ക് നിലപാടില്ല, UDFന് നിലപാടില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? UDFിൻ്റെ എല്ലാ ഓരോരുത്തരുടെയും പ്രസംഗം, ഷാഫി പറമ്പിലാവട്ടെ, ശശി തരൂരാകട്ടെ, ഞങ്ങളുടെ ലീഗിൻ്റെ MP-മാരാകട്ടെ, ഇവിടെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, NK പ്രേമചന്ദ്രൻ, അതേപോലെ തന്നെ പാർലമെന്റിന് മുൻപിൽ പ്ലക്കാർഡുകൾ എന്തിക്കൊണ്ട് ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ, ഇതൊക്കെ ഡോക്യുമെന്റഡ് ആണ്. ഈ സമീപകാലത്ത് നടന്നതാണ്, ആദിപുരാതന കാലത്തൊന്നുമല്ല. ഇതൊന്നും ഇല്ല, ഞങ്ങൾക്കെതിരെ മാത്രമാണ് ഈ സമരം, BJPയെ സംരക്ഷിക്കാനാണ് ഈ സമരം എന്നൊന്നും പറഞ്ഞതുകൊണ്ടായില്ല. ഇവിടെ എന്താ യഥാർത്ഥ പ്രശ്നം സ്മൃതി? നമ്മൾ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് തെന്നിമാറുന്നതിന് വേണ്ടി ഞാൻ രോഷം കൊണ്ടതുകൊണ്ടോ സ്മൃതി രോഷം കൊണ്ടതുകൊണ്ടോ ഇവിടെ CPMന്റെ പ്രതി രോഷം കൊണ്ടതുകൊണ്ടായില്ല. ഇപ്പോൾ ഇൻസെന്റീവ് പിന്നെന്താണ് കോൺഗ്രസ് ചോദിക്കുന്നില്ല, ആശാ സമരക്കാർ ഞങ്ങളങ്ങ് ചോദിച്ചു മേടിച്ചേക്കാം എന്നും പറഞ്ഞാണല്ലോ ഇന്നലെ പുറപ്പെട്ടു പോയത്. നമ്മൾ ഇന്നലെ രാത്രി വീണ ജോർജ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വിമാനത്താവളത്തിൽ എത്തുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ആരോഗ്യമന്ത്രി പുറപ്പെടുന്നു, ഇൻസെന്റീവ് കൂട്ടി ചോദിക്കാൻ പോകുന്നു എന്ന വാർത്ത നമ്മളൊക്കെ കേരളത്തിലെ ഇവിടെ ഇവ വിമർശിക്കുന്ന അധിക്ഷേപിക്കുന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്ന് വരെ കാണാത്ത ഹൈപ്പോടുകൂടി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നമ്മൾ രാവിലെ കാണുന്ന എന്താ, ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെയാണ്, കൃത്യമായി JP നദ്ദയെ കാണും കഴിയും എന്ന് ഉറപ്പുവരുത്താതെയാണ് ഇവർ പോയിട്ടുള്ളത്. എന്നിട്ട് റെസിഡന്റ് കമ്മീഷണറെ കൊണ്ട് പരാതിയും കൊടുത്ത് മടങ്ങിപ്പോകുന്നത്. ഇതിനിടയ്ക്ക് പൊരുതുന്ന ക്യൂബയുടെ പ്രതിനിധികളുമായി വമ്പിച്ചൊരു ചർച്ച ഏതായാലും ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ ജോർജും ക്യൂബൻ പ്രതിനിധികളും കൂടി ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയാൽ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് ഐക്യം ശക്തിപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ ചില ഡൽഹി പ്രഖ്യാപനങ്ങൾക്ക് കേരളം കാതോർത്തിരിക്കട്ടെ. അപ്പോൾ 10-39 ദിവസക്കാലമായി തിരുവനന്തപുരത്ത് സമരം നടത്തി വരുന്ന ആശാ വർക്കർമാർ അവരെണ്ണത്തിൽ കുറവാണ്, അവർ 400 പേരേ ഉള്ളൂ. അവർ യഥാർത്ഥ ആശമാരല്ല, ഇവരൊക്കെ BJPക്കാരാണ്, ഇവർ സംസ്ഥാന ദ്രോഹികളാണ്, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാനുള്ള സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന വാചകങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഓർക്കേണ്ടത് തൊഴിലാളി സമരങ്ങൾ ആരംഭിച്ച കാലം മുതൽ ആ സമരങ്ങളെ താറടിക്കാൻ മുതലാളിമാർ ഉപയോഗിച്ച അതേ വാക്കുകളാണ്. ഇവിടുത്തെ മുതലാളിമാരുടെ വക്കാബുലറിൽ നിന്ന് വാക്കുകൾ കടം കൊണ്ടിട്ടാണ് പൊരുവെയിലത്തും പെരുമഴയത്തും സമരം നടത്തുന്ന ആ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് 13,000 കിട്ടുന്നതിൻ്റെ രേഖ പുറത്തു വന്നാൽ എന്താ കുഴപ്പം? എന്താ ഇവർക്ക് നാണക്കേടാവുന്നുണ്ടോ? ഈ നാട് മുഴുവൻ പകൽ മുഴുവൻ തെണ്ടിത്തിരിഞ്ഞിട്ട് 13,000 രൂപ അവർക്ക് കിട്ടുമ്പോൾ നിങ്ങളിത് പുറത്താക്കിയിട്ട് എന്താ നിങ്ങൾക്ക് നാണമാവുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ അച്ചാരല്ല അവർ മാസം എണ്ണി വാങ്ങുന്നത്. ഓർത്തോ, അവരെന്താ പറഞ്ഞത്? അവർ ആദ്യം മുതലേ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് 10,000-നും 13,000-നും ഇടയിലാണ്. അതിന് ചില ഏറ്റക്കുറച്ചിലുകളുണ്ട്. കേരളത്തിൽ നിന്ന് വമ്പിച്ച ജീവിത ചെലവുള്ള സാഹചര്യത്തിൽ ഇത് ഞങ്ങൾക്ക് പര്യാപ്തമല്ല. അതാണ് അവർ പറയുന്നത്. അല്ലാതെ കേന്ദ്രത്തോട് അവരൊന്നും പറയാതിരുന്നിട്ടില്ല. നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടുന്ന ഓണറേറിയം നിങ്ങൾ വർദ്ധിപ്പിച്ചു തരണം. ഇപ്പൊ പറയുമ്പോഴേ എല്ലാവർക്കും 13,000 ഒക്കുന്നില്ലല്ലോ. ചിലർക്ക് 11,000, ചിലർക്ക് 12,000, ചിലർക്ക് 13,000, ചിലർക്ക് 10,500. അപ്പൊ ഇവര് പറയുന്നതാണ് കൃത്യത. യഥാർത്ഥത്തിൽ കണക്ക് പുറത്തു വിട്ടതോടെ ഈ സമരക്കാർ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിൽ നമ്മളിവിടെ വേണ്ടത് ഈ മനുഷ്യർ നടത്തുന്നത് ജീവിത സമരമാണ് എന്ന ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാവണം. ഇതിപ്പോൾ 3ാമത്തെ അവസരമാണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കളഞ്ഞു കുളിച്ചിട്ട് വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രി പോയല്ലോ ധനകാര്യമന്ത്രിയെ കാണാൻ. അപ്പോൾ പിന്നെ വമ്പിച്ചൊരു തീരെ ഇങ്ങോട്ട് ഇറക്കാണ്. ഇത് ധനകാര്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പറയേണ്ടത് ആരോഗ്യമന്ത്രിയോട്. എന്താ ധനകാര്യമന്ത്രിയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ധനകാര്യമന്ത്രിയല്ലേ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന് 10,000 കോടി രൂപ എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചാൽ ആ ബജറ്റ്
ബജറ്റ് അവതരിപ്പിച്ചവരുടെ ആരോഗ്യമന്ത്രി ഇങ്ങോട്ട് വിളിക്കും, ആരോഗ്യമന്ത്രി ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് പ്രഖ്യാപിച്ച 10,000 കോടി കയ്യോടെ പിടിച്ചോ, സൂക്ഷിച്ചു കണ്ടും ചെലവാക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അല്ലല്ലോ, ആ 10,000 കോടി വകയിരുത്തിയാൽ അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ എക്സ്പെൻഡിച്ചർ അലോക്കേറ്റ് ചെയ്യേണ്ടത്, അത് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് കൂട്ടേണ്ടത്, ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിൽ വെട്ടിക്കുറവ് വരുത്തുന്നത്, ആ ബജറ്റ് കാലയളവ് മുഴുവൻ ഈ അലോക്കേഷനിൽ പിന്നെ ധനകാര്യമന്ത്രിക്ക് നിർണായകമായ റോളുണ്ട് എന്നിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയാലും നിങ്ങൾ നട്ടലുണ്ടോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പാവപ്പെട്ട സമരക്കാരെ പിറപ്പിക്കുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രിക്കല്ലേ നട്ടല്, ആരോഗ്യമന്ത്രിക്കല്ലേ നട്ടല്, ധനകാര്യമന്ത്രിയോട് പറയൂടെ നിങ്ങളുടെ വകുപ്പിന്റെ അനാസ്ഥയാണ്, നിങ്ങൾ പണം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂട്ടെ. ഒരു കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിൽ എന്താ ആരോഗ്യവകുപ്പിന്റെ കാര്യം ധനകാര്യമന്ത്രിയോട് പറഞ്ഞാൽ പിന്നെ ധനകാര്യമന്ത്രിയോട് മിണ്ടാൻ പാടില്ല എന്നാണെങ്കിൽ ഈ KV തോമസ് എന്തിനാ കെട്ടിയൊരുങ്ങി ധനകാര്യമന്ത്രിയുടെ അടുത്തേക്ക് ആശാ വർക്കർമാരുടെ ഇത് പറയാൻ പോയത്? എന്നിട്ടല്ലേ കണക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആ വിദ്വാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ KV തോമസിന് മുമ്പിൽ ഇതൊരൊറ്റ കാര്യമുള്ളൂ സ്മൃതി, ഈ സമരത്തെ ഇവർക്ക് 2 രൂപത്തിൽ താറടിക്കണം. ഒന്ന്, ഇത് സംസ്ഥാനത്തെ തകർക്കാനുള്ള വമ്പിച്ച ഗൂഢാലോചനയായി വരുത്തി തീർക്കണം. രണ്ടാമത്തേത്, ഇവരെ സംഘികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തണം. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നാൾക്കുനാൾ ഈ സമരം പുരോഗമിക്കും തോറും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ സമരത്തിന് വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ 400 പേരാണ് എന്ന് അധിക്ഷേപിക്കുന്ന അതേ നാവ് കൊണ്ട് ഇവരോട് ചർച്ചയ്ക്ക് തയ്യാറാവാൻ കേരളത്തിൽ LDF ഗവൺമെന്റിന് നിർബന്ധിതമാകേണ്ടി വരുന്നത്. ഈ സമരം മുന്നോട്ട് പോകും. ഈ സമരം യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ വിജയമാകും. ഇത്തരത്തിൽ അടിസ്ഥാന വർഗത്തോടുള്ള കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ നിഷേധാത്മക സമീപനത്തെ തുറന്നു കാണിക്കുന്ന ഒരു സമരമായി ഇത് കേരളത്തിൽ മാറുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അതിന്റെ ഭീതി കൊണ്ടാണ്, അതിന്റെ ഭയം കൊണ്ടാണ് ഈ അധിക്ഷേപ വാക്കുകളും ഈ ഒച്ച ഉയർത്തിയുള്ള സംസാരവും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അവർ പണം വാങ്ങി സമരം ചെയ്യാണ്, അവരെ കൊണ്ടുവന്നിരുത്തിയത് മറ്റാരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിജയരാഘവനൊക്കെ ഇവർ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. ഈ അധിക്ഷേപ വാക്കുകൾ വരുന്നത് പോലും ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ സമരത്തെ കേരളത്തിൽ LDF ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്മൃതി. ശരി, KP റോസമ്മ, ആശാ വർക്കർ സമരസമിതിയുടെ 2ാം പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ. റോസമ്മ, ഇന്നലെ ചർച്ചയിൽ റോസമ്മ ഉണ്ടായിരുന്നല്ലോ. റോസമ്മയ്ക്ക് കിട്ടുന്നതിന്റെ കണക്ക് കൃത്യമായി മന്ത്രി പറഞ്ഞോ? അതുപോലെ 13,500 കിട്ടുന്ന ബാക്കിയുള്ളവരുടെ പേരുകളും മന്ത്രി വിശദീകരിച്ചോ? അപ്പോൾ സമരസമിതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പേരുടെയും പട്ടികയുമായിട്ടാണോ മന്ത്രി വന്നിരുന്നത്? അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ സമുന്നതരായ, നമ്മുടെ ജീവിതം മുഴുവനും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ബഹുമാന്യനായ EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മാവ്, ശ്രീ സഖാവ് പാട്യം ഗോപാലിൻ്റെ ആത്മാവ്, സഖാവ് EK നയനാരുടെ ആത്മാവൊക്കെ ഈ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കണ്ട് വിലപിക്കുന്നുണ്ടാവാം. അവരുടെ ആത്മാവ് ശരിക്കും സങ്കടപ്പെടുന്നുണ്ട്. ഈ തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയും ക്രൂര മനോഭാവവും കണ്ട് അവരുടെ ആത്മാവ് വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മേഡം, ശരിയാ, ആരോഗ്യമന്ത്രി പറഞ്ഞത് ഞാൻ 11,000 സംതിങ് രൂപ വാങ്ങുന്നുണ്ട്. അത് 6 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ്. എല്ലാ മാസവും ഞങ്ങൾക്കാർക്കും ഈ പറയപ്പെട്ട തുക കിട്ടാറില്ല. കാരണം ഓണറേറിയത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ഇൻസെന്റീവിനും മാനദണ്ഡങ്ങളുണ്ട്. ഈ ഇൻസെന്റീവും ഓണറേറിയം ഒന്നിച്ച് വെച്ചുകൊണ്ടാണ് ആ 11,000 രൂപ. അതായത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുൻപുള്ള ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലേക്ക് കടന്നുപോയി നോക്കിയാൽ അതെത്രയാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മനസ്സിലാകും. ഞാനൊരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഭരണാധികാരികൾക്ക് മുഴുവൻ ഈ 232 രൂപ കൊണ്ട് ഒരൊറ്റ കുടുംബവും കൃത്യമായി പുലർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ചോദിക്കുന്ന തീർത്തും ന്യായമായ ഒന്നാണെന്ന് കൃത്യമായിട്ടറിയാം. അത് കൊടുക്കാനുള്ള മനോഭാവവും മന്ത്രിമാർക്കുണ്ട് എന്നും ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ സ്പഷ്ടമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തപ്പി ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ അവസാനമായിട്ട് ഒരു ലേലം വിളിക്കുന്ന ഒരാളുടെ മനോഭാവത്തോടു കൂടി ഞാൻ ചോദിച്ചു, മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, ഞങ്ങൾക്ക് എത്ര തരാൻ മന്ത്രിക്ക് സാധിക്കും? അപ്പൊ കൂടെ ഇരുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ചിരിച്ച് ഞങ്ങളെ കളിയാക്കുന്ന മട്ടിലായിരുന്നു ഭാവം. ഞങ്ങളെ അത്യധികം വേദനിപ്പിച്ചു ഇത്. പക്ഷെ ഞാനത് ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ 39 ദിവസം കഴിഞ്ഞു ഞങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ട്. ഞങ്ങളുടെ കുടുംബത്ത് ഭർത്താക്കന്മാരുണ്ട്, രോഗികളായ ഭർത്താക്കന്മാരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, വിധവകളായ
വിധവകളായ അമ്മമാരുണ്ട്, അതേപോലെ തന്നെ വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. ഇവരെ എല്ലാം ഉപേക്ഷിച്ച് ഈ വണ്ടിയുടെ പുകയും ഈ റോഡിലെ പൊടിയും ഈ രാപകലില്ലാത്ത മഴയും മഞ്ഞും എല്ലാം അനുഭവിച്ച് ഈ 39ാമത്തെ ദിവസം നാളെ ഞങ്ങൾ അവിടെ നിരാഹാരം കഴിയുവാണ്. ആ 3 പേരല്ല, ഞങ്ങൾ എല്ലാവരും അവിടെ നിരാഹാരത്തിൽ ഉൾപ്പെട്ട് കിടക്കുവാണ്. ആ 3 പേര് ഞങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സമരം മതിയാക്കാമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയേ അവസാന കൈക്ക് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട ഭരണാധികാരികളോട് ചോദിച്ചു. ഒരു വാക്ക് അനുയോജ്യമായ രീതിയിൽ അവർ പറഞ്ഞില്ല. ഇപ്പം ഈ ലോകം വിലപിക്കുവാണ്. ഇപ്പം കേരളം കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഇത്രയേറെ ക്രൂരന്മാരായ ഭരണാധികാരികളാണോ നമ്മുടെ ഭരണാധികാരികള്? ഇത്രയ്ക്കും ദയവും ദാക്ഷിണ്യവും ഇല്ലാത്തവരാണോ ഈ ഭരണാധികാരികൾ എന്നോർത്ത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ വിലപിക്കുകയാണ് മേഡം. പിന്നെ ഞങ്ങൾക്കിനി ഈ 39 ദിവസം പറഞ്ഞത് വീണ്ടും ചർവിത ചർവണം ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചോട്ടെ. ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. 62 വയസ്സിലെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയും പെൻഷനും ഞങ്ങൾക്ക് സർക്കാർ ഉറപ്പാക്കി തരണം. അതോടൊപ്പം തന്നെ 700 രൂപ മിനിമം വേജസ് ആണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ വേജസും കിട്ടാതെ ഞങ്ങൾ ഒരിക്കലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ജഡമെടുക്കാൻ, ഞാനിന്നൊരു കത്തോലിക്ക വിശ്വാസിയാണ്, എന്റെ സഭാ നേതാക്കന്മാർ വന്ന് സെമിത്തേരിയിൽ അടക്കം ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രം അവിടെ നിറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ദൃഢപ്രതിജ്ഞ. പിന്നെ ഞങ്ങളെ അപഹസ്യപ്പെടുത്തുന്നതും ഈ പൊതുജനം കണ്ടോണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവുകൾ വിലപിക്കുന്നു. ഇത്രയ്ക്കും മോശമായ രീതിയിലുള്ള മറുപടി, തൊഴിലാളികളോട് ചെയ്യുന്ന മറുപടി കേട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണെന്നും മിനിമം വേജസ് എന്ന് പറയുമ്പോൾ അതൊരു തൊഴിലാകണമല്ലോ, അത് നിശ്ചയിക്കേണ്ടത് കേന്ദ്രമാണെന്നുമാണ് സംസ്ഥാനം ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെന്തേ അവരോട് പരാതിയില്ല എന്നതാണ് ആവർത്തിച്ചു വരുന്ന ചോദ്യം. ഇവിടെ ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ എന്തിനാ? ഇവിടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്തിനാ? ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കേന്ദ്രത്തിൽ പോയി സാധിച്ചു തരാൻ വേണ്ടിയല്ലേ. ഈ 7000 രൂപ ഞങ്ങൾക്ക് നാളിതുവരെ തന്നതിന്റെ ക്രെഡിറ്റ് പറയുന്നുണ്ടല്ലോ, അത് കേന്ദ്രം തന്നിട്ടാണോ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേരള ഗവൺമെന്റിനോടാണ്, കേരള സർക്കാരിനോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അവിടെയേ ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ളൂ. ഞങ്ങൾ അവിടെയേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അത് കൃത്യമായി തന്നേ പറ്റൂ, തരണം. ശരി, തിരിച്ചെത്താം. അഡ്വക്കേറ്റ് അരുൺകുമാറിന് മറുപടി നൽകാം. ഇപ്പോൾ ഈ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടും ഇന്നലത്തെ ചർച്ചയിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടും റോസമ്മ ചോദിച്ച കാര്യങ്ങളുണ്ട്. അതിന് അഡ്വക്കേറ്റ് അരുൺകുമാർ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്കൾക്ക് മറുപടി നൽകാം KP റോസമ്മയ്ക്ക്. ഇവിടെ ബഹുമാനപ്പെട്ട KP റോസമ്മ ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവെല്ലാം ഇത് കണ്ടിട്ട് വിഷമിക്കുന്നുണ്ടാകും. ഏതായാലും വർഗ സമരത്തെയും അതുപോലെ തന്നെ തൊഴിലാളി സമരത്തെയും എല്ലാം ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തെ ജാഗ്രതയോടെ, വളരെ ജാഗ്രതയോടെ നോക്കി കാണണമെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 98% പേർ ഒരു സ്ഥലത്തും 1.7% ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ കുറച്ച് നാളായി 37 ദിവസമായിട്ട് അങ്ങ് പറയുന്നു 233 രൂപ ദിവസം, 233 രൂപ. താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു 11,735 രൂപ എന്ന്. കഴിഞ്ഞ മാസം 11,735 രൂപ മേടിച്ച താങ്കൾ അതിനെ 30 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 391.17 അതായത് മാസം ഒരു ദിവസം 391 രൂപ വാങ്ങിയ താങ്കൾ പിന്നെ എങ്ങനെയാണ് 233 രൂപ എന്ന് കഴിഞ്ഞ 37 ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ താങ്കളുടെ ഒപ്പം ശമ്പളം മേടിച്ച വിനീത കുമാരിയും ശ്രീമതി ബീനയും രൂപ 6 മാസത്തിൽ ഒരിക്കലാണ്. ഇത് ശരിയല്ല. നിങ്ങൾ ആങ്കറല്ല. ഒരു മിനിറ്റ് പറഞ്ഞില്ലല്ലോ. 1/2 മിനിറ്റ് അല്ല, വ്യക്തത വരുത്താൻ എനിക്കറിയാം. എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട, അതിനായിട്ടില്ല.
ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ. ഷിബു മൂരാൻ പറഞ്ഞു 10 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ശ്രീമതി റോസമ്മ പറഞ്ഞു 8 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. 18 മിനിറ്റ് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയപ്പോഴേക്കും താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം. താങ്കൾ ആദ്യം കൂടെ ഇരിക്കണവരെ വ്യക്തത വരുത്ത്, എന്നിട്ട് CPM പ്രതിനിധിയെ വ്യക്തത വരുത്താൻ വരുന്നത്. മര്യാദയ്ക്ക് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞപ്പോൾ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട്? 233 രൂപ എന്ന 37 ദിവസമായി പുലമ്പുന്ന ആള് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക 391 രൂപ ദിവസം. അതുപോലെ തന്നെ വിനീത കുമാരി, ബീന കൂടെ 2 പേർ, അവർ മേടിച്ചത് 13,040 രൂപ വെച്ച്, അതായത് ഒരു ദിവസം 434.67. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സ്മൃതി. ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന്. അങ്ങനെ 434 രൂപ ദിവസം മേടിക്കുന്ന ആൾ വന്ന് പറയാ 233 രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു. എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ്? കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ്. അതുപോലെ വീട്ടുജോലി ചെയ്യുന്നവരാണ്, ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ്. നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? ഒരാളും ചോദിച്ചില്ലല്ലോ. എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി നുണ തന്നെ പറയുന്നു. ആശാ വർക്കേഴ്സിന് സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര തീരുമാനിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന്. ആ കേന്ദ്ര സ്കീം അങ്ങ് ഉപേക്ഷിച്ചോ? അത് ഏറ്റെടുത്ത് അന്തസ്സോടെ നടത്താൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. മാന്യമായ ശമ്പളവും ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവും. കാരണം സ്കീം കേന്ദ്രത്തിന്റെ ആയാലല്ല, കേരളത്തിന്റെ ആയാൽ ഇവിടെ എല്ലാം സ്കീം കേന്ദ്രം, സംസ്ഥാനം അങ്ങ് കൊടുത്തോണ്ടിരിക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റെല്ലാ മേഖലയിലും സംസ്ഥാനം അങ്ങ് കൊടുത്തോണ്ടിരിക്കണം. ഇതാണ് കേന്ദ്ര പോളിസി. താങ്കൾ ഇടയ്ക്കൊന്ന് ചോദിച്ചല്ലോ എന്താ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ പറയാത്തതെന്ന്. അപ്പൊ എന്താ ഈ മാഡം പറഞ്ഞേ? കേന്ദ്രത്തിനെതിരെ ഇല്ല, ഞങ്ങൾക്കെല്ലാം സംസ്ഥാനത്തിനെതിരെയാണ്, ഞങ്ങൾക്കെല്ലാം സംസ്ഥാനത്തിനെതിരെയാണ്. ശ്രീ ഷിബു മീരാനോട് താങ്കൾ ചോദിച്ചില്ലേ എന്തിയെ കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറയാത്തെന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ പ്ലക്കാർഡ് പിടിച്ചു, ഇവിടെ പ്ലക്കാർഡ് പിടിച്ചു. മിസ്റ്റർ ഷിബു മീരാൻ, ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഇതുവരെ ഉരിയാടിയിട്ടില്ല. എന്തിന് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗം INTUC സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താ? INTUCയുടെ നേതാവ് എന്താ പറഞ്ഞേ? ഇത് തൊഴിലാളി വർഗത്തെ ഉറ്റിക്കൊടുക്കുന്ന സമരമാണെന്ന് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ ഇത്തരത്തിലൂടെ രമേശ് ചെന്നിത്തലയും അപ്പുറത്തൂടെ VD സതീശന് ചെല്ലുകയാണ് പിന്തുണ കൊടുക്കാൻ. ഇന്ന് വൈകുന്നേരം ചെന്നല്ലോ പിന്തുണ കൊടുക്കാൻ. ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളിയെ കൂടെ നിർത്താൻ, വലത്തു കൈ പിടിക്കാൻ, ഇടതു കൈ പിടിക്കാൻ, കൂടെ നിർത്താൻ ശേഷിയില്ലാത്തവരായി പ്രതിപക്ഷ നേതാവ് മാറിയില്ലേ? ലീഗിന്റെ നേതാക്കന്മാർ മാറിയില്ലേ? ഒരു തരി ഒരാളെ കൂടെ കൊണ്ടുപോകാൻ, ഒരു ആശാ വർക്കേഴ്സ് നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ വന്നില്ലല്ലോ. എന്താ ഒരു സത്യം കേട്ടോ? ഇവിടെ 450 പേർ പങ്കെടുക്കുന്ന സമരത്തിൽ പകുതി പേരെ കൊണ്ടുപോയി BMS എന്ന പാർട്ടി ഉണ്ടാക്കി. SCCയുടെ സമരം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ആ BMSന്റെ ലെറ്റർ പാഡിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ടാണ് 3 തവണ കേന്ദ്രമന്ത്രി പോയത്. കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം മേടിക്കാനല്ല, മറിച്ച് ആ SUCയെ പിളർത്തി BMS എന്ന സംഘടന ആശാ വർക്കേഴ്സിന്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ അയച്ചു തരാം അവർ കൊടുത്ത ലെറ്റർ പാഡ്, അവരുണ്ടാക്കിയ സംഘടന. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരം. അങ്ങനോട് ചോദിച്ചല്ലോ നന്ദ അവിടെ മറുപടി പറഞ്ഞത് ഈ 450 പേരുടെ സമരം കണ്ടിട്ടല്ലേ എന്ന്. അല്ല, ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ ആശാ വർക്കേഴ്സിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. പല സംസ്ഥാനങ്ങളിലും സമരമുണ്ട്. 1 രൂപ കേന്ദ്രം കൂട്ടിയാൽ അത് ഈ രാജ്യത്തെ 26 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശാ വർക്കേഴ്സിന് കിട്ടും. അങ്ങനെ കിട്ടുന്ന സാഹചര്യം പറയുമ്പോൾ അത് ഒരു പുലമ്പലായി താങ്കളുടെ വാക്കാണ്. പുലമ്പൽ സമരം ചെയ്യുന്നവരുടെ വാക്കിനെ താങ്കൾ പറഞ്ഞതാണ്, താങ്കൾ പറഞ്ഞ വാക്കാണ്, ഞാൻ കേട്ടതാണ്. ഒരു മിനിറ്റ് എത്രയായാലും 1 മിനിറ്റ് 231 ആയാലും 291 ആയാലും ജീവിക്കാനുള്ള നല്ല തുകയാണല്ലോ അല്ലേ ഒരു ദിവസം. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ഈ പറയുന്ന SUCA നിങ്ങൾ 2 പാർട്ടി കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. SUCA ആണ് ഇപ്പോൾ പ്രശ്നം. SUCA ഉള്ളത് കൊണ്ടാണ് ഈ സമരത്തെ നിങ്ങൾ പൂർണ്ണമായി തള്ളുന്നത് എന്നാണോ? ഇനി പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പ്രതിപക്ഷം അവിടെ നഡ്ഡയെ കണ്ടിരുന്നു, അവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ കേന്ദ്രത്തിൽ അവിടെ ചെയ്തിട്ടുണ്ട്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരാതിയില്ലേ എന്നുള്ള കാര്യത്തിൽ ആ കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ് ചെയ്തതാണ്, ഇവിടെ പ്രതിപക്ഷം ചെയ്ത കാര്യമാണ്. അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടോ? ഇവിടെ സംസ്ഥാന സർക്കാരിനോടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തോട് പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പറയുന്നതിൽ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങളിപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ടല്ലോ. നിങ്ങൾ പറയുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ജനം കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കാണുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ 233-291 അല്ല,
232 എന്ന് ഇവർ പറയുമ്പോൾ 391 ഈ ശ്രീമതി റോസമ്മ വാങ്ങിക്കുന്ന ദിവസ ശമ്പളം 434 അത് പറയുന്നതിന്റെ ഇരട്ടിയാണെന്നാ പറഞ്ഞത്. പുലമ്പുക എന്നുള്ള വാക്ക് മലപ്പുറം ഉപയോഗിച്ച ഒരു മാസം ഒരു ചർച്ച ഈ ഞങ്ങളുടെ ഇൻസെന്റീവും മാഷേ ഞങ്ങളുടെ ഇൻസെന്റീവും ഓണററിയും ഒന്നിച്ചു ചേർത്ത് 4 മാസത്തിൽ കിട്ടുന്ന തുകയാണത്. 4 മാസം, അത് മനസ്സിലാക്ക്. ഒരു മാസത്തിലല്ല, 4 മാസം കൂടിയപ്പോൾ കിട്ടിയതാണ്. കംപ്ലീറ്റ് നോക്കുന്ന എനിക്ക് 2000 സംതിങ് പോപ്പുലേഷൻ നോക്കുന്ന എനിക്ക് 4ഉം 5ഉം മാസം കൂടിയപ്പോഴാണ് അത് കിട്ടിയത്, തുടർച്ചയായിട്ടുള്ള മാസങ്ങളിലല്ല. അത് മനസ്സിലാക്ക്. എന്തായാലും 7,000 രൂപ ഹോണറേറിയവും 3,000 രൂപ ഫിക്സഡ് ഇൻസെന്റീവും 3,000 രൂപ ജനറൽ ഇൻസെന്റീവും 200 രൂപ ഫോൺ ചാർജും അടക്കം 13,300 ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട് മിസ്റ്റർ. അല്ല മാഡം, ഇതൊക്കെ കൃത്യമായിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇല്ല ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഒറ്റയടിക്ക് 7,000-ൽ നിന്ന് 21,000-ലേക്ക് ഇരട്ടിയിലധികമാക്കാൻ പറ്റില്ല എന്നാണല്ലോ മന്ത്രി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഹരിയാനയിൽ നടത്തിയ സമരം, CITU നടത്തിയ സമരം 3,000-ൽ നിന്നും 26,000 രൂപയാക്കാനായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനോടായിരുന്നു സമരം. അപ്പോൾ അവിടുത്തെ സമരത്തിന്റെ കാര്യമൊന്ന് വിശദീകരിക്കാമോ? കേന്ദ്രത്തോടല്ലോ സമരം ചെയ്തത്, സംസ്ഥാന സർക്കാരിനോടല്ലേ സമരം ചെയ്തത്? അത് CITU അല്ലേ നേതൃത്വം കൊടുത്തത്? CITU സമരം നേതൃത്വം കൊടുത്താൽ നല്ല സമരവും, ഇവിടെ SUC ആണ് അതിന് മുന്നിലെങ്കിൽ അത് മോശം സമരം ആകുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം 37 ദിവസമായിട്ട് താങ്കൾ ഈ വാചകം ഉപയോഗിക്കുന്നുണ്ട്. CITU നടത്തുമ്പോൾ അത് നല്ല സമരവും മറ്റു സംഘടനകൾ നടത്തുമ്പോൾ മോശം സമരവും. CITU നടത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ച് ഉജ്ജ്വലമായ സമരവും സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ്. ഞാൻ ഡൽഹിയിൽ നിങ്ങൾ സമരം നടത്തിയില്ല ഞാൻ പറയുന്നില്ല, ഡൽഹിയിൽ സമരം നടത്തിയിട്ടുണ്ട്, ശരിയാണ്. യോഗം വിളിക്കുന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ശരിയാണ്. അത് CITU ഒറ്റയ്ക്കായിരുന്നില്ല, സംഘടനകൾ ഒരുമിച്ചായിരുന്നു. ഹരിയാനയിൽ നടത്തിയ സമരം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ പശ്ചിമ ബംഗാളിൽ നടത്തിയ സമരവും സംസ്ഥാന സർക്കാരിനോടുള്ള ആവശ്യം ഉന്നയിച്ചാണ്. കൃത്യമായി ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം ഇത് ജീവനക്കാർ തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകരിക്കണം. ഈ സ്കീം പ്രകാരം കേന്ദ്ര ഗവൺമെന്റിനെ അത് അംഗീകരിക്കാൻ പറ്റൂ. മാന്യമായിട്ടുള്ള ശമ്പളമാക്കണം, ഓണറേറിയം ഇൻസെന്റീവും മാറ്റി നിർത്തണം. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റുകൾ വേണം, റിട്ടയർമെന്റ് ബെനിഫിറ്റ് വേണം. ഈ CITU ദേശവ്യാപകമായി രാജ്യത്താകമാനമുള്ള തൊഴിലാളികളെ പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട സമരം. അല്ലാതെ അവിടുത്തെ സമരം നല്ലത്, ഇവിടുത്തെ സമരം മോശമെന്നൊന്നും പറഞ്ഞില്ല. SUCI നടത്തുന്ന സമരം മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ആർക്കും സമരം നടത്താം, പക്ഷേ മുദ്രാവാക്യത്തിന്റെ പ്രായോഗികതയാണ് പ്രശ്നം. ഈ മുദ്രാവാക്യത്തിന്റെ പ്രായോഗികതയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, കേന്ദ്രത്തിനെതിരെ ഞങ്ങൾക്ക് ഒന്നുമില്ല, സ്കീം ഇംപ്ലിമെന്റ് ചെയ്തവർക്കെതിരെ BJP ശരിയാണ്. തിരിച്ചെത്താം. അവസാനമായി പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സമരത്തിന് പിന്തുണ കൊടുക്കുന്നു. അതിലപ്പുറം ഇനി എന്ത് ചെയ്യാനാകും? അവരെ സമരത്തിന് നിരാഹാരം, ഊഴമിട്ട് നിരാഹാരം ഇരിക്കുകയാണിവർ. ഈ പറഞ്ഞതുപോലെ 2% താഴെയാണല്ലോ ഇവരുള്ളത്. ഈ 450 പേർ എത്ര ദിവസം നിൽക്കും? സ്മൃതി, ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം എൻ്റെ പേരടക്കം എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇവരെന്താ പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യം, 230 അല്ല കേട്ടോ, 391. വേഗം കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി അത് ഒരു ദിവസം 161 രൂപ കൂടുതലാണ് എന്ന് കണ്ടെത്തി ആ സമരത്തിൽ പങ്കെടുക്കുന്ന KP റോസമ്മയെ അധിക്ഷേപം. നിങ്ങൾ ഇത്ര നേരം പുലമ്പിയില്ലേ 231 എന്ന്? നിങ്ങൾ കഴിഞ്ഞ മാസം 391 വാങ്ങിയില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ 391 രൂപ ഈ CPM നേതാക്കന്മാരുടെ കയ്യിലേക്ക് തരാം. ഒരു വലിയ തുകയെ പറ്റിയുള്ള തർക്കമല്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ? താങ്കൾ എന്റെ പേരടക്കം ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴും സമയം പോവാണ്. 39 ദിവസമായി നുണയും നുണയ്ക്ക് പിന്നാലെ നിരാഹാരം പ്രചരിപ്പിക്കുന്നത്. അതെ, നുണയും നുണയ്ക്ക് പിന്നാലെ. എന്താന്ന് വെച്ചാല് ഈ 391 രൂപ കൊണ്ട് നിങ്ങളൊന്ന് ജീവിച്ചു കാണിക്കുക. പിന്നെ പറയുന്നത് എന്താ, 450 പേരെ സമരത്തിലുള്ളൂ കേട്ടോ, ബാക്കി 25,600 പേർ ഞങ്ങൾ കൊടുക്കുന്ന 13,000 രൂപ ഒരു മാസം എങ്ങനെ ചെലവ് ചെയ്ത് തീർക്കുമെന്നറിയാതെ സ്വർഗരാജ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ആ 25,600 ആശമാർ ഈ 13,000 രൂപ കൊണ്ട് ജീവിതത്തിന്റെ ഒരു മാസം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ ഈ വാക്ക് കേൾക്കുന്നുണ്ട് എന്ന് സഖാവ് അരുൺകുമാർ ഓർത്തോ. ഇനി ഹരിയാനയിലെ സമരം ഒന്നും മിണ്ടാതിരി അരുൺകുമാറെ, താങ്കൾ പറയുമ്പോൾ ഞാൻ മിണ്ടായിരുന്നു.
പറയുന്നല്ല, ഞാൻ പറയട്ടെ, താങ്കൾ ഊഴ വരുമ്പോൾ താങ്കൾ പറയുന്നേ. ഹരിയാനയിലെ സമരം കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു. പീപ്പിൾ ഡെമോക്രസി ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അനിൽ വിജ് സമരക്കാരുമായി ചർച്ച നടത്തിയെന്ന്. അവിടുത്തെ സംസ്ഥാന മന്ത്രി എന്തിനാ പിന്നെ നിങ്ങളുടെ സമരക്കാരോട് ഹരിയാനയിൽ അവിടെ പിന്നെ അംബാലയിലും പഞ്ച്കുളയിലും ഒക്കെ വന്ന് ചർച്ച നടത്തിയത് എന്തിനാ? നിങ്ങളൊന്ന് പറഞ്ഞ് ചണ്ഡീഗഡിലൊക്കെ ചർച്ച നടത്തിയത് എന്തിനാ? കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരമെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയോട് നിങ്ങൾ എന്തിനാ ചർച്ച നടത്താൻ പോയത്? നിങ്ങൾ ഈ 26,000 ആവശ്യപ്പെടുമ്പോൾ അത് ഇരു ഗവൺമെന്റുകളോടുമാണ് ആവശ്യപ്പെട്ടത്. ഇവിടുത്തെ ആശമാരും അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെന്താ മനസ്സിലാവാത്ത? അപ്പൊ ഇവരെ അധിക്ഷേപിച്ചത് കൊണ്ടായില്ല, മാധ്യമങ്ങളെ വിമർശിച്ചത് കൊണ്ടായില്ല, അവരെണ്ണം കുറവാണ് എന്ന് പറഞ്ഞത് കൊണ്ടും ആയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമരത്തെ കേൾക്കാൻ തയ്യാറാവണം. ഇത് ഇനി ഞാൻ പറയാതെ പ്രതിപക്ഷം ഇപ്പൊ പറഞ്ഞല്ലോ പ്ലക്കാർഡ് ഉയർത്തിയെന്ന്. ഞങ്ങൾ ഉയർത്തിയത് സമരത്തിന്റെ പ്ലക്കാർഡ് ഒരു കയ്യിൽ ഈ രാജ്യത്തിന്റെ ഈ സമരം നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞ വാചകങ്ങൾ കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ ഭരണകൂടത്തിനെതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു തന്നെ വരും. അത് ഉയർന്നു നിൽക്കുന്നുമുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, എസ് മിനി, കെ പി റോസമ്മ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.